ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട്. നിങ്ങൾ എവിടെയാണ്, ഏത് മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? നിങ്ങളൊരു ശുശ്രൂഷകനാകാം, ഒരു പിതാവാകാം, മാതാവാകാം, വിദ്യാർത്ഥിയാകാം, ഏതെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികളാകാം. നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അശ്രദ്ധമായാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അതിൻ്റെ പരിണിത ഫലങ്ങൾ അടുത്ത ദിവസങ്ങൾ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ നിങ്ങളുടെ ലൈഫിനകത്തത് ഉണ്ടായി വരും. നമ്മുടെ വാക്കിന് അസാധാരണമായ ശക്തിയുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കണം. തിരുവചനം നമ്മെ അത് വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. തിരുവചനത്തിനകത്ത് ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. തിരുവചനം ദൈവത്തിൻ്റെ വചനമാണെന്നും അതിൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമെന്നും ദൈവത്തിൻ്റെ ശക്തി അതിനകത്തുണ്ടെന്നുമുള്ള ബോധ്യം നമുക്കുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും തിരുവചനത്തിൻ്റെ ഉള്ളിലുള്ള ശക്തിയെയും അഭിഷേകത്തെയും സൗഖ്യത്തെയും നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വാക്കിന് എത്രത്തോളം പവറുണ്ടെന്ന് നമുക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈയിടെ കേട്ട ഒരു ന്യൂസ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ആ ന്യൂസ് ഇപ്രകാരമായിരുന്നു. നമ്മുടെ ഗതാഗത മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ, അദ്ദേഹം തൻ്റെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ബസ് ആ വാഹനത്തിൻ്റെ, മന്ത്രിയുടെ വാഹനത്തിൻ്റെ റോങ് സൈഡിലൂടെ കയറുകയും മന്ത്രി അതിൻ്റെ പിന്നാലെ ചെന്നിട്ട് തൻ്റെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ ലൈസൻസ് കട്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത മിനിറ്റിൽ ഡ്രൈവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം നിശ്ചലമാകുകയും ചെയ്തു. ഇവിടെ ഒരു അധികാരം വിനിയോഗം ചെയ്യുന്ന, അധികാരത്തിലിരിക്കുന്ന വ്യക്തി വേറൊരാളോട് പറയുകയാണ്, നിൻ്റെ ലൈസൻസ് കട്ടായി എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ അദ്ദേഹം ഏത് അധികാരത്തിലാണോ ഇരിക്കുന്നത്, ഏത് മേഖലയാണോ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്, ആ ഏരിയയിലുള്ള മൊത്തം ഓഫീസറും മൊത്തം സിസ്റ്റവും ആ മന്ത്രിയുടെ വാക്കിന് ചലിച്ചതുപോലെ, പ്രിയരെ, നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി പറയുന്ന വാക്കുകൾ ആ മക്കളുടെ ജീവിതത്തിനകത്ത് ഒന്നുകിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് വരും, ഇല്ലെങ്കിൽ അതൊരു ശാപമായി, ഒരു തകർച്ചയായി ആ കുഞ്ഞുങ്ങളുടെ മേഖലയ്ക്കകത്ത്, ജീവിതത്തിനകത്ത്, അവരുടെ വിദ്യാഭ്യാസത്തിനകത്ത്, അവരുടെ ഓരോ ഏരിയയ്ക്കകത്തും അത് വെളിപ്പെട്ട് വരും. നിങ്ങളൊരു ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നോക്കി പറയുന്ന നെഗറ്റീവാകാം, പോസിറ്റീവാകാം, അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനോ ശാപത്തിനോ ഒരു ബന്ധനത്തിനോ കാരണമായി തീരും. നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥിയെ നോക്കി പറയുന്നത് അതൊരു അനുഗ്രഹമാകാം, അതൊരു ശാപമായി തീരാം. അതുകൊണ്ട് തന്നെ പ്രിയരെ, നിങ്ങൾ ഈ ദിവസം മുതൽ ഈ മെസ്സേജ് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത് ആ മിനിറ്റ് മുതൽ നിങ്ങൾ നിങ്ങളുടെ വാക്കിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മളോട് തന്നെ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, ഞാൻ കഴിവില്ലാത്തവനാണ്, എനിക്ക് വിദ്യാഭ്യാസമില്ലാത്തവനാണ്. നിങ്ങൾ ശരിയാണ്, നിങ്ങളുടെ സാഹചര്യമാണ്, നിങ്ങളുടെ അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളെ നോക്കി പറയുന്നത്. എന്നാൽ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിനകത്ത് ചലിപ്പിക്കുവാൻ നിങ്ങളുടെ വാക്കുകൾക്ക് പറ്റും. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ ഈ സന്ദേശം തുടരുവാൻ ആഗ്രഹിക്കുകയാണ്. സദൃശവാക്യം 15:30 ഇപ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നെന്നാണ്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ അസ്ഥികളെ തൊടുവാൻ കഴിയും, നിങ്ങളുടെ ഇന്നർ ഓർഗൻസിനെ ചലിപ്പിക്കുവാൻ കഴിയും.
നിങ്ങളുടെ വാക്കിന് നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ കഴിയും. നമ്മൾക്കറിയാം, നമ്മുടെ ലൈഫിൽ നല്ല ഇമോഷൻസും ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്, പോസിറ്റീവ് ഇമോഷൻസും ഉണ്ട്. ഈ പോസിറ്റീവ് ഇമോഷൻസ് സ്നേഹം, സന്തോഷം, അങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്നത്, എന്താ പറയുക, ഹാപ്പിനെസ് കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് നല്ല നല്ല ഇമോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമുക്കുണ്ട്. ഭയമുണ്ട്, കോപമുണ്ട്, ദുഃഖമുണ്ട്, വിഷാദമുണ്ട്. ഇങ്ങനെ പല ഇമോഷൻസും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും നമ്മുടെ ലൈഫിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ കേൾക്കുന്ന സന്ദേശം പലപ്പോഴും ഇതിലേതെങ്കിലുമൊക്കെ വൈകാരിക ചലനങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കും. നിങ്ങളൊരു വാർത്ത കേൾക്കുമ്പോൾ, ഒരു ന്യൂസ് കാണുമ്പോൾ അതിൽ നിന്നും ഒന്നെങ്കിൽ നെഗറ്റീവായ കോപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്ന, ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉളവാകാം. നിങ്ങൾ കേൾക്കുന്ന വാർത്ത എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് ഇമോഷൻസിന് വേരിയേഷൻ ഉണ്ടാകും. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും, ചില വാർത്തകൾ കേൾക്കുമ്പോൾ ആശ്ചര്യമുണ്ടാകും, ചിലത് കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഭീതി നിറയും, ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യാശയുണ്ടാകും. പല വിശ്വാസം വരാതെ അത്ഭുതത്തിൻ്റെ വാർത്തകൾ വരെ നമുക്ക് കേൾക്കും. അങ്ങനെയെങ്കിൽ വാക്കുകൾ നമ്മുടെ ഇമോഷൻസിനെ ചലിപ്പിക്കാൻ പറ്റുന്നു എങ്കിൽ അതിനർത്ഥം വാക്കുകൾക്ക് നിങ്ങളെ ചലിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. ഇമോഷൻസിനെ ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിന് വേരിയേഷൻ ഉണ്ടാകുന്നതനുസരിച്ചാണ് ആ മൂഡ് ചേഞ്ച് ആകുന്നത്. ചിലരുടെ വാക്കുകൾ കേട്ടതിന് ശേഷം ചിലർ അവരുടെ മനസ്സ് പോലും ഇടിയാറുണ്ട്. അങ്ങനെയെങ്കിൽ വാക്കിന് അസാധാരണ പവർ ഉണ്ടെന്നുള്ളത് ഈ മിനിറ്റ് മുതൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതാണോ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനത്തെ കൊടുക്കുന്നതാണോ? നമ്മളൊന്ന് ചെക്ക് ചെയ്യണം നമ്മളെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് എപ്രകാരമുള്ളതാണെന്നുള്ളത് നമ്മളെ തന്നെ വിശകലനം ചെയ്യണം. സങ്കീർത്തനക്കാരൻ 1-ാം സങ്കീർത്തനത്തിന് അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. കാരണം പരിഹാസത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങൾ നിരന്തരം പരിഹാസം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പോലും പലപ്പോഴും കറക്റ്റായിട്ട് വിനിയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരാൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിരന്തരം പരിഹാസം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പരിഹാസം കേട്ട് നിങ്ങളുടെ ഉള്ളിൽ നിരാശകൾ ജനിപ്പിക്കും. പിന്നീട് ആ നിരാശ അടുത്ത മിനിറ്റിൽ എന്നെക്കൊണ്ടൊന്നിനും പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്താലും പരിഹാസം മാത്രമേ ഉള്ളെന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാതെ ആ വാക്കിന് നിങ്ങളെ നിശ്ചലമാക്കാൻ പറ്റും. പ്രിയരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി പരിഹസിക്കാൻ പാടില്ല. അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരൊരിക്കലും ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ല കാര്യങ്ങൾ അവനെ നോക്കി പറയുമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ മാതാവായിരിക്കുന്ന നിങ്ങൾ അവനെ നോക്കി പറയുന്നത്, അവനെ പരിഹസിച്ചാൽ, അവനെ കളിയാക്കിയാൽ അവൻ്റെ ഉള്ളിൽ, ആ കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിൽ ഒരസാധാരണമായ മുറിവേൽക്കും. അവൻ പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവൻ മടിക്കും. കാരണം അവൻ പറയും, ഞാൻ എന്ത് ചെയ്താലും ഞാൻ കേൾക്കുന്നത് പരിഹാസമാണ്. അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത്.
നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങണം. നമ്മൾ വാക്കിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് വചനത്തിലൂടെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ബൈബിൾ പഴയ നിയമത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് തൻ്റെ 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 27 അതിൻ്റെ 1 മുതൽ നിങ്ങൾ വായിക്കുക. നമുക്കത് ഇപ്പോഴത്തെ ചിന്തയ്ക്കായിട്ട് അതിൻ്റെ 26 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഇതിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രം ഞാനൊന്ന് പറയാം. ഇസഹാക്ക് വൃദ്ധനായിരുന്നു, കണ്ണ് മങ്ങിയിരിക്കുന്നു. ഇസഹാക്കിൻ്റെ മൂത്ത മകൻ ഏശാവിനെ അനുഗ്രഹിക്കുവാൻ ഇസഹാക്കിന് ഭയങ്കര ആഗ്രഹം. ഏശാവിനോട് പറയുന്നു, നീ വേട്ട തേടി ഇറച്ചിയും കൊണ്ടുവാ, ഞാൻ നിന്നെ അത് കഴിച്ച് അനുഗ്രഹിക്കാമെന്ന് പറയുന്നു. ഇത് റിബേക്ക കേൾക്കുന്നു. റിബേക്ക പെട്ടെന്ന് തൻ്റെ ഇഷ്ടപുത്രനായ യാക്കോബിനെ വിളിച്ച് അപ്പൻ്റെ ആടുകളിൽ നിന്ന് ഒന്നിനെ എടുത്ത് പാകം ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി അപ്പന് കൊടുത്തിട്ട് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയുകയാണ്. ഇനിയുമാണ് 26-ാം വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇസഹാക്ക് അവനെ കെട്ടിപ്പിടിക്കുന്നു, അവനെ ചുംബിക്കുന്നു. 27-ാം വാക്യത്തിൽ അവനെ ചുംബിക്കുന്നു, അവനെ മണക്കുന്നു. എന്നിട്ട് പറയുന്നു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ മണമാണെന്ന് പറയുന്നു. എന്നിട്ട് ഇസഹാക്ക് യാക്കോബിനോട് പറയുകയാണ്, ഇതാ എൻ്റെ മകൻ്റെ വാസന, യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന. എന്താ ഇസഹാക്ക് ഇവിടെ ചെയ്യുന്നത്? യാക്കോബിനെ നോക്കി ഇസഹാക്ക് വാക്കുകൾ കൊണ്ട് അവനെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. വാക്കുകൾ കൊണ്ട് ഇസഹാക്ക് യാക്കോബിനെ എന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. ആ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവം ആകാശത്തിലെ മഞ്ഞും ഭൂമിയിലെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ. വാക്കുകളാണ്. വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ, ജാതികൾ നിന്നെ വണങ്ങട്ടെ, നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കട്ടെ, നിന്റെ മാതാവിൻ്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ. നിന്നെ ശപിക്കുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ ഏശാവ് വരികയാണ്. അപ്പൻ്റെ വായിൽ നിന്നും യാക്കോബ് അനുഗ്രഹം കേട്ട് കഴിഞ്ഞു. നിങ്ങൾ വളരെ 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 ശ്രദ്ധിച്ചത് ഇത് കേൾക്കണം. അപ്പൻ മകനെ നോക്കി, അപ്പന് കണ്ണ് കാണത്തില്ല, വന്നത് മൂത്ത മകനാണെന്നുള്ള ബോധ്യത്തിൽ അപ്പൻ പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെടും, നീ വർദ്ധിക്കും, നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു. അടുത്ത മിനിറ്റിൽ ഇസഹാക്കിൻ്റെ മുമ്പിൽ ഏശാവ് വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അപ്പ എഴുന്നേറ്റ് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ചോദിക്കുക, നീ ആരാകുന്നു മകനെ ചോദിച്ചു. ഞാനാണ് നിൻ്റെ മൂത്ത മകൻ ഏശാവ് എന്ന് പറയുമ്പോൾ 33-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. 33-ാം വാക്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ചു, നടുങ്ങി. എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവനാർ എന്ന് ചോദിക്കുക. ഇസഹാക്ക് ഞെട്ടിപ്പോയി. എൻ്റെ അരികിൽ വന്നവനാരാണ്? എൻ്റെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഇസഹാക്ക് ഇങ്ങനെ ഞെട്ടാൻ കാരണം എന്നാ? കുറേ വാക്കുകളല്ലേ പറഞ്ഞുള്ളൂ, ഒരാളെ നോക്കി കുറച്ച് കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇത്രമാത്രം ഞെട്ടേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ താഴോട്ട് വായിച്ചേ. ഭ്രമിച്ചു. നീ വരും മുമ്പേ ഞാൻ സകലതും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. നിനക്ക് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു.
അപ്പൻ തൻ്റെ കുഞ്ഞിനെ നോക്കി പറയുവാണ്, ഇവൻ ഇന്ന ഇന്ന രീതിയിലൊക്കെ ആകുമെന്ന് പറയുക. അടുത്ത ആള് ആഗ്രഹിച്ചവൻ കയറി വരുമ്പോൾ അപ്പം പറയുക, മോനെ അങ്ങനല്ല, ഞാൻ പറഞ്ഞു പോയി, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പ്രിയരെ, നിങ്ങളൊരു പാസ്റ്ററാകാം, നിങ്ങളൊരു പിതാവാകാം, നിങ്ങളൊരു മാതാവാകാം, ഒരു ടീച്ചറാകാം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളുടെ ആടുകളെ നോക്കി, നിങ്ങളുടെ സമ്പത്ത് നോക്കി, നിങ്ങളുടെ ജീവിതം നോക്കി നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിനെ നോക്കി പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആ തലയിലോട്ട് കൈവച്ചിട്ട് പറ, കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സകല നെഗറ്റീവുകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നെന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ നീ നിന്നെ നോക്കി പറഞ്ഞ സകല നെഗറ്റീവുകളും, എനിക്കിത് പഠിക്കാൻ പറ്റത്തില്ല എന്നും എനിക്ക് ഇതും കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്നും നിൻ്റെ കഴിവിനെ കുറച്ച് പറഞ്ഞ, നിൻ്റെ ശരീരത്തെ ശപിച്ച ശാപങ്ങളുടെ വാക്കുകൾ ഇന്ന് ഈ മിനിറ്റിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരത് ക്യാൻസൽ ചെയ്യണം. കാരണം അത്രയ്ക്കും പവറാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞില്ലേ, അവൻ മണ്ടനാന്ന് പറഞ്ഞില്ലേ, ഇവനെ കൊണ്ട് ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞില്ലേ? പ്രിയരെ, കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ കഴിവ് കെട്ടവനായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ അവനെ നോക്കി പറ, അവൻ കഴിവുള്ളവനാണ്, അവൻ ബലമുള്ളവനാണ്, അവൻ ആരോഗ്യവാനാണ്. നമ്മൾ ചുമ്മാതെ തമാശന് പറയുന്ന കുഞ്ഞുങ്ങളെ നോക്കി, അവനൊരു കഴിവുമില്ല, അവൻ പൊട്ടനാണ്, അവൻ മണ്ടനാണ്. നിങ്ങൾക്കറിയത്തില്ല, ഇപ്പോൾ അതൊരു തമാശയായിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കത് തോന്നിക്കുന്നത്. പക്ഷെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ മണ്ടനായി തുടങ്ങും. അവൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും അവൻ ഒരു ഭോഷനെ പോലെ ആയി മാറും. എന്താ കാരണം? അപ്പൻ പറഞ്ഞു വിട്ടത്, അമ്മ പറഞ്ഞു വിട്ടത് അവൻ്റെ ലൈഫിനകത്ത് റിവീലാകാൻ തുടങ്ങും. ചില ദൈവദാസന്മാർ ചർച്ചിനകത്ത് വന്നിട്ട് പറയും, എൻ്റെ സഭ ഒന്നിനും കൊള്ളുകയില്ല, ഈ ജനത്തോട് ശുശ്രൂഷിച്ചിട്ട് പ്രയോജനമില്ല, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയരെ, നിങ്ങളൊരു അഭിഷക്തനാണെന്ന് ഓർക്കണം. നിങ്ങൾ ആ സഭയുടെ നാഥനാണ്. ആ ജനത്തെ മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുമായിട്ടാണ്. നിങ്ങളാണ് ആ ജനത്തെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആൾ. ആ ആളാണ് പറയുന്നത് ഇത് നശിച്ചു പോകുമെന്ന്, ഈ ജനത്തെ കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് പറയുകയാണ്. നിങ്ങൾ പറയുന്ന വാക്ക് ആ ജനത്തിൻ്റെ മേൽ ഒരു വല വിരിക്കുന്നത് പോലെ അതിന്ന് വീഴും. അത് ബന്ധനമായിട്ട് അവരുടെ ജീവിതത്തിനകത്ത് മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ വിമർശിച്ചേക്കാം, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് സംഭവിക്കുമോ എന്ന്. ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാൽ സംഭവിക്കുമോ എന്നല്ല ഞാൻ പറയുന്നത്. പിതാവ് മക്കളെ നോക്കി പറഞ്ഞാൽ, ഭർത്താവ് ഭാര്യയെ നോക്കി പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിനെ നോക്കി പറഞ്ഞാൽ, അമ്മ മക്കളെ നോക്കി പറഞ്ഞാൽ, അധ്യാപകൻ വിദ്യാർത്ഥികളെ നോക്കി പറഞ്ഞാൽ, ഒരു അഭിഷക്തൻ തൻ്റെ ആടുകളെ നോക്കി പറഞ്ഞാൽ, വിശ്വാസികളെ നോക്കി പറഞ്ഞാൽ, നാം നമ്മെ തന്നെ നോക്കി പറഞ്ഞാൽ, നിശ്ചയമായിട്ടും നടന്നിരിക്കും. അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങളുടെ ലൈഫിനകത്ത് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ വേദഭാഗത്തിലേക്ക് വരാം. എന്നിട്ട് ഭ്രമിച്ചു. നീ വരും മുമ്പേ ഏശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതീവ ദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു, അപ്പാ, എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. യാക്കോബ് ഒന്നും മോഷ്ടിച്ചില്ല പ്രിയരെ. അപ്പൻ്റെ അരികിൽ 10 മിനിറ്റ് ഒന്നിരുന്നതേ ഉള്ളൂ. അപ്പൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അവൻ കുറച്ചു നേരം ഒന്ന് കേട്ടു. അപ്പൻ ഒരാളെ നോക്കി പറഞ്ഞത് അതങ്ങനെ തന്നെയാണെന്ന് യാക്കോബിന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അപ്പൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി കുറച്ചു നേരം യാക്കോബ് അവിടെ മൗനമായിട്ടിരുന്നു. അതിന്
യേശാവ് ഇസഹാക്ക് പറയുന്നത്, അനുഗ്രഹത്തെ അപഹരിച്ചു കളഞ്ഞു, നിനക്ക് വേണ്ടത് അവൻ എടുത്തുകൊണ്ടുപോയി. എവിടുന്ന്? വാക്കുകളിൽ നിന്ന്. ഓ, നിങ്ങളുടെ ഉള്ളിൽ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ വെറും വാക്ക് പറഞ്ഞു നടക്കരുത്. നിങ്ങൾ ഒരാളെ നോക്കി ചുമ്മാതൊരു കാര്യം പറഞ്ഞു നടക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിങ്ങളുടെ സാഹചര്യം നോക്കി മരണം വിളിച്ചു പറയരുത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സദൃശവാക്യത്തിലേക്ക് നമ്മൾ വരും. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വാക്കിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് അതിന് 35-ാം വാക്യം, അതിനവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു. 36-ാം വാക്യം, ശരി, യാക്കോബ് എന്നല്ലോ അവൻ്റെ പേർ, 2 പ്രാവശ്യം അവനെ ചതിച്ചു, അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു, ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു. യാക്കോബ് എപ്പോഴാണ് യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം എടുത്തത്? എഴുതി വാങ്ങിച്ചോ? ലെറ്ററിനകത്ത് എഴുതി വാങ്ങിച്ചോ? ഇല്ല. യേശാവ് വിശന്ന് വരുമ്പോൾ യാക്കോബ് കുറച്ച് പായസമൊക്കെ കൊണ്ടിരിക്കുക. വിശപ്പ് സഹിക്കാൻ പറ്റാതെ പായസം ചോദിച്ചപ്പം യാക്കോബ് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠാവകാശം തരാമോ എന്ന് ചോദിച്ചു. എടുത്തു, എനിക്ക് വേണ്ട. ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിശപ്പ് കൊണ്ട് മരിക്കുക. ഈ മരിക്കാൻ നേരത്ത് ഇത്ര തകർച്ചയ്ക്ക് എന്നാത്തിനാ, നീ എടുത്തോളാൻ പറഞ്ഞു. ചുമ്മാ സിമ്പിളായിട്ട് പറഞ്ഞതാ, നീ എടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ വചനം പറഞ്ഞ എന്നാന്നറിയാമോ? ജ്യേഷ്ഠാവകാശം യാക്കോബിൻ്റെ മേലേക്ക് പാസ് ചെയ്തു. ചുമ്മാതെ പറഞ്ഞൊരു വാക്ക്. പ്രിയരെ, നിങ്ങൾ ഒരിക്കലും പറയരുത്, എൻ്റെ ജീവിതം മടുത്തു, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ചുമ്മാതെ പറയരുതേ, ഈ ശുശ്രൂഷയൊക്കെ മടുപ്പാ. വെറുതെ പറയരുതേ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും അതിന് നമ്മൾ വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ അതിന് തക്ക പ്രതിഫലം കിട്ടുമെന്ന്. അത് സ്വർഗത്തിലല്ല പ്രിയരെ. സ്വർഗത്തിലുണ്ടാകാം, പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നിങ്ങൾക്കത് സംഭവിക്കും. നിങ്ങൾക്ക് കിട്ടിയ അഭിഷേകത്തെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. നിങ്ങൾക്ക് കിട്ടുന്ന ശുശ്രൂഷയെ, നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റേജിനെ, നിങ്ങൾക്കൊരു സ്റ്റേജ് കിട്ടി, അത് കൊള്ളത്തില്ല എന്ന് പറയരുത്. അത് ചെറുതാകാം, വലുതാകാം. നിങ്ങളുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു വ്യക്തിയെ നോക്കിയത് നെഗറ്റീവായിട്ട് പറയരുത്. നിങ്ങൾ ചെയ്ത ശുശ്രൂഷകൾ ഒരിക്കലും നെഗറ്റീവ് അതിനകത്ത് വെക്കരുത് പ്രിയരെ. തിരുവചനം പറയുന്നത് എന്താണെന്നറിയാം? വിത്ത് വിതയ്ക്കരുതെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ അനുഗ്രഹം പറയുകയും കൂട്ടത്തിൽ ശാപവും പരിഹാസവും കൂടെ പറയരുത്. നിങ്ങൾ പറയേണ്ടത് അനുഗ്രഹങ്ങൾ മാത്രമാണ്. യേശാവിനോട് സംഭവിച്ചത് വെറും വാക്ക് പറഞ്ഞു, എടുത്തോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതോടുകൂടെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശം പറന്നുപോയി. പ്രിയരെ, നമ്മളിൽ നിന്നും പലതും പറന്നു പോകാൻ കാരണം നമ്മുടെ വാക്കുകളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബം. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, പലരോടും ചോദിക്കുമ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പ്രിയരെ, അങ്ങനെ ഒരിക്കലും പറയരുത്. ഞാൻ എപ്പോഴും അത് തിരുത്തും. അനുഗ്രഹമായി പോകുന്നെന്ന് പറയണം. എങ്ങനെയുണ്ടടാ നിൻ്റെ പ്രിയതമ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അവളെ കൊണ്ട് ഒരു കാശിനും കൊള്ളുകയില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഒരിക്കലും പറയരുത്. അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറയണം. നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ചില പിതാക്കന്മാർ പറയുന്നത്, കൊച്ചിലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴേ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവനെ കൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് തോന്നിക്കുന്നില്ല. കൊച്ചു കുഞ്ഞാണ്, ഇവൻ്റെ കുസൃതി കണ്ടിട്ട് പറയാണ്, ഓ ഇവനൊന്നും എന്നെ നോക്കുമെന്ന് തോന്നിക്കുന്നില്ല. വലുതാകുമ്പോൾ നിശ്ചയമായും ആ പയ്യൻ ആ പിതാവിനെ അനാഥാലയത്തിൽ ഓർഫനേജിൽ കൊണ്ടുവിടും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കും പ്രിയരെ. നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞതാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വിതച്ചത്, ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞു വെച്ചത് ഇന്ന് നിങ്ങളത് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മിനിറ്റ് മുതൽ നിങ്ങൾക്കതിനെ തിരുത്താൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ആ പറഞ്ഞതിനെ മുഴുവനും ദൈവസന്നിധിയിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കതിന് സാധിക്കും. തിരുവചനം അത് പറയുന്നുണ്ട്. കർത്താവിനോട് കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കതിനെ ഓരോന്നിനെയും എടുത്ത് ക്യാൻസൽ ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ പൊളിച്ച് അനുഗ്രഹത്തെ കൽപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങൾ അതിന് മുൻകൈ എടുത്താൽ നിങ്ങളുടെ ലൈഫ് ഈ മിനിറ്റ് മുതൽ അനുഗ്രഹമായി മാറും. കമോൺ, നമ്മളുടെ ഭാഗത്തിലേക്ക് നമുക്ക് കയറി വരാം. ജ്യേഷ്ഠാവകാശം ഇപ്പോൾ അപഹരിച്ചു. ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്നവൻ പറഞ്ഞു. നീ എനിക്കൊരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലേ എന്ന് അവൻ ചോദിച്ചു. ഇസഹാക്ക് ഏശാവിനോട്, ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി. എങ്ങനെ ആക്കിയത്? വാക്കുകൊണ്ട്. ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി. അവൻ്റെ സഹോദരന്മാരൊക്കെയും അവന് ദാസന്മാരാക്കി. അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു. ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ടു? ശ്രദ്ധിച്ചേ പ്രിയരെ, വാക്കുകൊണ്ട് അപ്പൻ ഒരുത്തനെ പ്രഭുവാക്കി, ഒരുത്തനെ ദാസനാക്കി. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഇവനെ ഇങ്ങനായി തീരും എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല, അവൻ്റെ ആത്മമണ്ഡലത്തിനകത്തേക്ക് നിങ്ങൾ ഒരു ശാപം സെൻഡ് ചെയ്യുമായിരുന്നു. ഇന്ന് മക്കളെ നോക്കി ആരെങ്കിലും നെഗറ്റീവ് പറയുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ, എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് ഇന്ന് രാത്രി തന്നെ, ഈ പകല് തന്നെ, ഈ മിനിറ്റിൽ തന്നെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ കംപ്ലീറ്റ് വാക്കുകളും നെഗറ്റീവുകളും ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറയുന്ന അതുപോലെ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കും. ശ്രദ്ധിച്ചേ, ധാന്യവും വീഞ്ഞും ഞാൻ കൊടുത്തു. നിന്റെ സഹോദരന്മാരെയെല്ലാം, അവൻ്റെ സഹോദരന്മാരെയെല്ലാം ദാസരാക്കി കളഞ്ഞു. അപ്പൻ്റെ വാക്കിന് ശക്തിയുണ്ട് പ്രിയരെ. നിങ്ങളുടെ വാക്കിന് അതോറിറ്റികളുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിന് അതിനെ വഹിച്ചുകൊണ്ട് പോകുന്ന ശാപവും കാണും, വഹിച്ചുകൊണ്ട് പോകുന്ന അനുഗ്രഹങ്ങളും കാണും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വാക്കുകളെ വളരെ 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 സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു, സദൃശവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിൻ്റെ 18:21 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. സദൃശവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിൻ്റെ 18:21, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നത്. നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിനകത്തേക്ക് നിങ്ങൾക്ക് മരണത്തെ കൊണ്ടുവരാം. വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവനെയും കൊണ്ടുവരാൻ പറ്റും. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം കൂടെ എടുത്ത് പഠിച്ചെങ്കിലേ
ഇതിൻ്റെ ഒരു വിവരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക്, നമ്മുടെ 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ വാക്കുകളുടെ പവറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യാക്കോബ് വാക്കുകളുടെ ആധികാരികളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 മുതൽ നമുക്ക് വായിക്കാം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കി പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ കറക്റ്റായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അതാ വചനം പറയുന്നത്. വാക്ക് തെറ്റാതിരുന്നാൽ നിങ്ങളുടെ ശരീരവും തെറ്റത്തില്ല. വാക്കിൽ തെറ്റിയാൽ നിങ്ങളുടെ ശരീരവും തെറ്റും. അടുത്തത് 3-ാം വാക്യം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും അത്ര വലിയതാകയാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതാകയാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിന് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. നാവ് കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ തിരിക്കാൻ പറ്റും. കുതിരയെ ആ കടിഞ്ഞാൺ ഉപയോഗിച്ച് തിരിച്ചെടുക്കുന്നത് പോലെ തന്നെ നാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ, തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിനെ റീബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ നോക്കി നിങ്ങൾ ഇന്നു മുതൽ പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ വർദ്ധിച്ച് പെരുകാൻ വേണ്ടി കർത്താവ് എന്നെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളെ തന്നെ നോക്കി നമ്മളത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കും. 6-ാം വാക്യത്തിലേക്ക്. നാവ് ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ നാവ് ഉപയോഗിച്ച്, നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിച്ച് നരകത്താൽ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിതത്തിലേക്ക് തീ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ലേഖനക്കാരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരേ, ജീവിതത്തിനകത്തേക്ക് മരണത്തെ കൊണ്ടുവരാൻ നിങ്ങളുടെ വാക്കുകൾക്ക് പറ്റുമെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ജീവനെയും കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ നിൽക്കുന്ന മല നീങ്ങി കടലിൽ ചാടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അവൻ ആരെങ്കിലും ഒരാൾ, അവിടെ പെന്തക്കോസ്ത് എന്നില്ല, അവിടെ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളെന്നില്ല, ആരെങ്കിലും, അത് രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെടാത്തവനോ എനിവൺ, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ നിൽക്കുന്ന മല നീങ്ങി കടലിൽ ചാടിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിനകത്തേക്ക് വരും എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതതുപോലെ സംഭവിക്കും. പ്രിയരെ, നിങ്ങളുടെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതും വാക്കുകൾ കൊണ്ട് നിങ്ങളാണ്. പ്രശ്നങ്ങളെ ദൂരെ ആക്കുന്നതും നിങ്ങളാണ്. വാക്കിന് പവറുണ്ട് പ്രിയരെ. ഈ മിനിറ്റ് മുതൽ നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിച്ചാൽ നിങ്ങളുടെ ലൈഫിനകത്ത് ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. നമ്മുടെ വാക്കിൻ്റെ ശക്തി, നമ്മളുടെ വാക്കുകൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൽ തിരുവചനത്തിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് തിരിച്ചറിഞ്ഞ ആളാണ് ശതാധിപൻ. ശതാധിപൻ പറഞ്ഞു, എനിക്ക്
അതിൻ്റെ കഴിവ്, അതിൻ്റെ ശക്തിയെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കറിയാമല്ലോ ശതാധിപൻ്റെ, നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. 8-ാം അധ്യായത്തിനകത്ത്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, 8-ാം അധ്യായത്തിൽ 5-ാം വാക്യം മുതൽ, മത്തായിയുടെ സുവിശേഷം 8:5 മുതൽ. അവർ കവർന്നഭൂമിയിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷാപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു. അവനോട്, ഞാൻ വന്ന്, യേശു ശതാധിപനോട് പറയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, യേശു അങ്ങോട്ട് പറയാണ്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരണ്ട. ഒറ്റ വാക്കുമതി, ഒറ്റ വാക്കുമതി. എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാവും. ശതാധിപൻ, യേശു പറഞ്ഞു, ഞാൻ വരാം. ശതാധിപൻ പറയുകയാണ്, നീ വരണ്ട. പ്രിയരെ, ഈ ബൈബിളിനകത്തുള്ള മുഴുവൻ ആളുകളും യേശുവേ എന്നെ തൊടണമേ, യേശുവേ എൻ്റെ വീട്ടിൽ വരണമേ, യേശുവേ എന്നെ ഒന്ന് നോക്കണമേ, എൻ്റെ വാക്ക് കേൾക്കണമേ എന്ന് പറയുമ്പോൾ ഈ വചനത്തിനകത്ത് ഒരാൾ പറയുകയാണ്, യേശുവേ നീ വരണ്ട. ഈ ലോകത്തിലുള്ള മുഴുവൻ പേരും യേശു എൻ്റെ വീട്ടിലൊന്ന് വന്നിരുന്നേ കൊള്ളാമെന്ന് ചിന്തിക്കുമ്പോൾ ശതാധിപൻ പറയുകയാണ്, യേശുവേ നീ വരണ്ട, നിൻ്റെ ഒരൊറ്റ വാക്കു മതി, എൻ്റെ ബാല്യക്കാരൻ, എൻ്റെ വിഷയത്തിന് സൗഖ്യം വരും. എന്തുകൊണ്ടാണ് ശതാധിപൻ ഈ യേശുവിൻ്റെ ഒരൊറ്റ വാക്ക് മതി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ശതാധിപൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഞാനും അധികാരത്തിൻ്റെ കീഴിൽ ഉള്ളവനാകുന്നു, എൻ്റെ കീഴിലും. അതായത് ഈ ശതാധിപനെ ആരാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? ഈ മനുഷ്യനെ റോമൻ ചക്രവർത്തി പറയുകയാണ്, നീ ഈ ഏറിയ നോക്കിക്കോ, നിന്റെ കീഴിൽ ഞാൻ കുറച്ച് ആളുകളെ തരാം. റോമൻ ചക്രവർത്തി അദ്ദേഹത്തെ സെലക്ട് ചെയ്തതിന് ശേഷം ആ റോമൻ ചക്രവർത്തി പറഞ്ഞു, നീ ഈ കവർന്ന ഭൂമിയിൽ ഇരുന്നോ, അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ തരുന്ന ആളുകളെയും ഉപയോഗിച്ച് നീ ആ ഏറിയ ഭരിച്ചോ എന്ന് ചക്രവർത്തി പറഞ്ഞപ്പോൾ അവനൊരു അധികാരിയായി മാറി. ശതാധിപൻ പറയാ, എൻ്റെ വാക്കിന് ചിലർ ചലിക്കും, എൻ്റെ വാക്കിന് ചിലർ ഇരിക്കും, എൻ്റെ വാക്കിന് ചിലർ പ്രവർത്തിക്കും. എന്നാൽ ഈ ബാല്യക്കാരൻ്റെ രോഗത്തോട് ഞാൻ എത്രമാത്രം സംസാരിച്ചിട്ടും അതിന് ചലനം ഉണ്ടാകുന്നില്ല. ശതാധിപൻ്റെ വാക്കിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടായപ്പോൾ ശതാധിപൻ പറയാം, യേശുവേ, എനിക്ക് എന്നെ തിരിച്ചറിയാൻ മനസ്സിലാക്കാം, എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ആരാണെന്ന്, എൻ്റെ വാക്കിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ആ ബാല്യക്കാരനെ നിശ്ചലമാക്കിയ ആ രോഗത്തോട് സംസാരിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ നിനക്കതിന് സാധിക്കും. കാരണം ഞാൻ കാണുന്നത് നീ രോഗത്തെ സൗഖ്യമാക്കുന്നു, രോഗാത്മാവിനോട് നീ സംസാരിക്കുന്നു. പ്രിയരെ, ഭൗതിക മണ്ഡലത്തിൽ നിങ്ങളുടെ വാക്കിനെ അധികാരമുള്ളതുപോലെ തിരുവചനത്തിനകത്ത് ആത്മമണ്ഡലത്തെയും ചലിപ്പിക്കുവാൻ വചനത്തിന് അധികാരമുണ്ട്. ഭൗതിക മണ്ഡലത്തിൽ നമ്മുടെ വാക്കുകൾ എത്രത്തോളം പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ ആത്മമണ്ഡലത്തിലും ദൈവവചനത്തിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നു മുതൽ
നിങ്ങൾ ഈ ശതാധിപനെ പോലെ നിങ്ങൾക്ക് ഒരു വെളിപ്പാട് വരണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് സംഭവിക്കുന്നതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ശക്തി ഉണ്ടെന്നുള്ള ബോധം നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഈ വചനത്തിനകത്തുള്ള ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പാട് കിട്ടാൻ തുടങ്ങും. ഇവിടെ ശതാധിപൻ പറയുന്നു, എനിക്ക് ബോധമുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് തിരിച്ചറിവുണ്ട് കർത്താവേ, എൻ്റെ വാക്കുകൾക്ക് പവർ ഉണ്ടെങ്കിൽ നീ എന്നേക്കാൾ പവർഫുള്ളാണ്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനേക്കാളും നീ പറയുമ്പോൾ അതിൽ ഒരു ചലനം, ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും പൈശാചിക മണ്ഡലവും ഒരുപോലെ ചലിക്കുമെന്നുള്ള ബോധ്യം ശതാധിപൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, നീ വീട് വരെ ഒന്ന് വരുവണ്ട ആവശ്യമില്ല യേശുവേ, നീ ആ റോഡിൽ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അടുത്ത മിനിറ്റിൽ എൻ്റെ വീട്ടിലെ ചലനം വെളിപ്പെട്ടു വരും. യേശു നിൽക്കുന്ന റോഡിൽ ബാല്യക്കാരൻ വീട്ടിൽ കിടക്കുക, വാക്കിന് വ്യക്തികളെ കാണേണ്ട പ്രിയരെ. നിങ്ങൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ എവിടെയാണോ അതിനെ അത് ചെയ്ത് തീർത്തിരിക്കും. ഈ മിനിറ്റിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യണം. നിങ്ങളുടെ ഭാര്യയെ നോക്കി, ഭർത്താവിനെ നോക്കി, നിങ്ങളുടെ ആത്മീക കുഞ്ഞുങ്ങളെ നോക്കി, ചർച്ചിനെ നോക്കി, ഒരു ദേശത്തെ നോക്കി, കുടുംബത്തെ നോക്കി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന മുഴുവൻ നെഗറ്റീവ് വാക്കുകളും ഇപ്പോൾ തന്നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കി പറ, ഇവർ ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്നവരായിട്ട് മാറും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറ, എൻ്റെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ നോക്കി പറ, അത് വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശുശ്രൂഷകളെ നോക്കി നിങ്ങൾ പറയൂ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ശുശ്രൂഷകൾ എന്നിലൂടെ പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. എൻ്റെ കണ്ണുകൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവ് കാണാൻ പോകുന്നു. എൻ്റെ നാവിലൂടെ, എൻ്റെ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അനേക രാജ്യങ്ങൾ കേൾക്കാൻ പോകുന്നു. എൻ്റെ കരം ഉപയോഗിച്ച് അനേകരെ സൗഖ്യമാക്കാൻ പോകുന്നു, അനേകരെ തൊടാൻ പോകുന്നു. നിങ്ങളെ നോക്കി തന്നെ സംസാരിച്ചു തുടങ്ങും പ്രിയരെ. ഇന്നലെ വരെയും നിങ്ങൾ പറഞ്ഞ നെഗറ്റീവുകൾ ക്യാൻസലായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ അധരത്തിനകത്ത് നെഗറ്റീവുകൾ കൊണ്ട് നിറച്ച് നിങ്ങളുടെ ജീവിതത്തെ ദുരിതമാക്കി മാറ്റിയത് പിശാചിൻ്റെ തന്ത്രമാണ്. നിങ്ങൾ പറയുന്ന ഓരോ നെഗറ്റീവുകളും അവൻ്റെ കയ്യിൽ അത് ഒരു വല പോലെ അവൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുമായിരുന്നു, നിങ്ങളെ അവൻ ബന്ധിക്കുമായിരുന്നു. ഇന്ന് അവൻ്റെ ടൂള് നിങ്ങൾ എടുത്ത് വായിൽ നിന്ന് കളയുക. അടുത്ത മിനിറ്റിൽ പറ, ഞാൻ എൻ്റെ ലൈഫിനെ അനുഗ്രഹിക്കുക യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറുകയാണ്, എൻ്റെ ശരീരം അനുഗ്രഹമായി മാറുകയാണ്. സകല ദൈവിക അനുഗ്രഹങ്ങളും ആരോഗ്യങ്ങളും എൻ്റെ ശരീരത്തിലുണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിലുണ്ടാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്തെ നോക്കി പറയൂ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ജോലിയെ നോക്കി നിങ്ങൾ ശപിക്കരുത്. അവിടെ ബുദ്ധിമുട്ടുകളുണ്ടാകാം, പക്ഷേ ആ ജോലിയെ നോക്കി നിങ്ങൾ ഒരിക്കലും ശപിക്കരുത്. നിങ്ങൾ അതിനെ നോക്കി പോസിറ്റീവായിട്ട് പറയൂ. ചില പെൺകുഞ്ഞുങ്ങൾ ചില അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ പലപ്പോഴും പറയും, ഞാൻ പെണ്ണായിട്ട് ജനിക്കണ്ടായിരുന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങളെ നോക്കി പറ, ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ചില മാതാപിതാക്കൾ പറയും, ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് പറയും, ഇവർ കുരുത്തം കെട്ടവരാണ്, ഇവർ നശിച്ചു പോകുമെന്നൊക്കെ പറയും. പ്രിയരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നെഗറ്റീവുകൾ പറയരുത്. ആ കുഞ്ഞുങ്ങളുടെ മേൽ അതൊരു കാർമേഘം പോലെ, ഒരു വല വീഴുന്നത് പോലെ, ഒരു ബന്ധനം വീഴുന്നത് പോലെ ആ വാക്കുകൾ അവരെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അഭിഷക്തന്മാരെ, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്കൊരാളോട് പിണക്കമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരാളോട് നീരസമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, മൗനമായി അവിടുന്ന് മാറുക. നിങ്ങളുടെ വാക്കുകൾ ആ ഏറിയയിൽ തുറക്കരുത്. നിങ്ങളുടെ വാക്കിന് പവറുണ്ട്.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ഒരു വാക്കുകളുടെ ശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് കർത്താവ് ചിലർക്ക് ജ്ഞാനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വാക്കിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ തിരുവചനത്തിനകത്ത് എത്രത്തോളം പവറുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പുല്ല് ഉണങ്ങും, പൂവാടും, എൻ്റെ വചനം നിലനിൽക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ വചനത്തിന് കാലങ്ങളുടെ സിസ്റ്റത്തിനകത്തല്ല പ്രിയരെ അത് നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതിനൊരിക്കലും മാറ്റം വരാത്തതാണ്. സംഖ്യാപുസ്തകത്തിനകത്ത് യഹോവ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഭോഷ്ക് പറയാൻ ഞാൻ മനുഷ്യനല്ല. ദൈവം നിങ്ങളോട് തമാശ പറയത്തില്ല പ്രിയരെ. ദൈവത്തിൻ്റെ വചനം ഒരു കാര്യം നിങ്ങളോട് സംസാരിച്ചാൽ അതങ്ങനെ തന്നെയാണെങ്കിൽ, ദൈവ പൈതലായ നീ ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നീ ഒരാളെ അനുഗ്രഹിച്ചാൽ, നിൻ്റെ ജീവിതത്തെ നോക്കി നീ ചിലത് പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. സോ ഈ മിനിറ്റ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകൾ നന്നായി ഉപയോഗിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.